السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി പറഞ്ഞു റമളാനിന്റെ ശഫാഅത്തോടെ സ്വർഗ്ഗപ്രവേശനം അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും നോമ്പും തറാവീഹും നോമ്പ് തുറക്കലും തുറപ്പിക്കലും എല്ലാം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നമുക്ക് അല്ലാഹുവിന്റെ ജന്നത്ത് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഖബർ ജീവിതം സന്തോഷത്തിലാക്കി നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ എല്ലാം മാറ്റി അല്ലാഹു സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിന്റെ രണ്ടാം വെള്ളിയാഴ്ച രാവിലേക്കാണ് നാം കടന്നിട്ടുള്ളത്. 9ാമത്തെ രാവിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ സമയം എന്തുകൊണ്ടും അമൂല്യമാണ്, നിർണായകമാണ്. കാരണം റമളാനിന്റെ ആദ്യത്തെ 10 സലാം പറഞ്ഞു പിരിയും നാളത്തെ മഗ്രിബ് വാങ്ങു വിളിയോടെ. അവസാനത്തൊരു ദിവസമാണ് റഹ്മത്ത്. അതുകൊണ്ട് റഹ്മത്ത് എമ്പാടും ചോദിക്കണം. ഇന്ന് പ്രത്യേകം ചെയ്യണമെന്ന് മഹാന്മാർ പറഞ്ഞ ദുആയിൽ റഹ്മത്ത് ചോദിക്കലാണ്. റഹ്മത്തിന്റെ തേട്ടമാണ്. അവസാന മുഹൂർത്തത്തിൽ ഒന്നുകൂടെ ചോദിക്കുകയാണ്, അല്ലാഹുവേ റഹ്മത്ത് തരണം പഠിച്ചോനെ. ആ ദുആയാണ് ഇന്ന് നമ്മൾ പ്രത്യേകം ചൊല്ലേണ്ടത്. മാത്രമല്ല, ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തറാവീഹ് നിസ്കരിക്കുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തിന്റെ പോലുള്ള കൂലി അല്ലാഹു ഉമ്മത്തികളായ സാധുക്കളായ അവിടുത്തെ സ്നേഹമുള്ള നമുക്കൂടെ തരും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതിനോട് തുല്യമായ വേറൊരു കൂലി നമുക്ക് കാണാൻ പറ്റില്ല. ഇന്നത്തെ തറാവീഹിന്റെ പോലെ തുല്യമായൊരു കൂലി വേറെ തറാവീഹിന് കാണാൻ പറ്റില്ല. അത്രയേറെ പ്രഗൽഭമാണ്, മുടങ്ങാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ ദുആ ചൊല്ലി തരാം, എൻ്റെ കൂടെ ചൊല്ലാം. അല്ലാഹുമ്മ റുസുഖ്നി ഫീഹി റഹ്മതകൽ വാസിഅ വഹ്ദിനി ഫീഹി ലിബറാഹീനികസ് സാതിഅ വഖുദ് ബിനാസിയതി ഇലാ മറളാതികൽ ജാമിഅ ബിമഹബ്ബതിക യാ മലൽ മുസ്താഖീൻ. തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി സാധാരണ നമ്മൾ ഓതാറുള്ള ദിക്ർ ദുആ മജ്ലിസിലേക്ക് നമുക്ക് കടക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ വഅഊദു ബിക മിനൻ നാർ. ഇനി പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 സജീവമായിട്ട് നമ്മൾ ചോദിക്കേണ്ട ദുആയാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് ചോദിച്ചുകൊണ്ടുള്ള ദുആ. ഈ ദുആഇന്റെ പ്രത്യേകത എന്താ? ഈ ദുആഇന്റെ പ്രത്യേകത ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ടോ അത് മുഴുവനും കബൂലാക്കുമെന്നാണ് ഇതിന്റെ പ്രത്യേകത. ഹദീസിൽ കാണാം. അപ്പോൾ അതാണ് ആത്മാർത്ഥമായി പറയേണ്ടത്. എൻ്റെ കൂടെ പറയാം. അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹംനി യാ റഹമർ റഹീമീൻ. اللهم ارحمني يا ارحم الراحمين. 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 അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചു തന്നു. ആത്മാർത്ഥമായിട്ട് നോമ്പ് തുറന്ന് ആ രാവിൽ വിശ്വാസിനികൾ ഒരു ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ ഹജ്ജിന് കൊടുക്കുന്ന ഓഫറാ. കയ്യൗമ വലദതു ഉമ്മുഹു. ഉമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ പാപങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തെറ്റുണ്ടാവില്ല.
അത്രയേറെ പ്രഗത്ഭമായ ദുആയാണ്. മാത്രമല്ല ഇത് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ദുനിയാവിന്റെയും ആഖിറത്ത് ഇരു ലോകത്തിന്റെയും കാര്യങ്ങൾ സ്വലാഹ് നന്നാക്കി തരുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറയുന്നത്. അത്ര എഫക്റ്റീവാണ് ആ ദുആയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. ഇതിലൊക്കെ ഉമ്മമാരൊക്കെ പങ്കെടുക്കണം. ഈ ദിക്ർ ദുആയിലൊക്കെ ഖുർആനിന്റെ സൂറത്തുകൾ ഓതുമ്പോൾ അതിലൊക്കെയാണ് നമുക്ക് ഈ പീരീഡിന്റെ ടൈമിലുള്ള വ്യത്യാസമുള്ളൂ. ബാക്കി ദുആയിലൊക്കെ സജീവമാകണം. പലരും ചൊല്ലാൻ പറ്റുമോ, ഇത് പുണ്യമുള്ളതല്ലേ എന്ന് മാറി നിൽക്കുന്നുണ്ട്. ഒരിക്കലും പാടില്ല. എല്ലാവരും കൂടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ അലീം യാ അലീം യാ അലീം أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم يا عظيم يا عظيم يا عظيم أنت إلهي لا إله غيرك يغفر الذنب العظيم فإنه لا يغفر الذنب العظيم إلا العظيم تقبل الله. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഖബൂൽ ചെയ്ത് വലിയ ഈ ദുആയിൽ പറഞ്ഞതുപോലെ അല്ലാഹുവേ ഉന്നതനായ നിനക്ക് വലിയ പാപങ്ങൾ പൊറുക്കാൻ പറ്റുള്ളൂ, നീയാണ് പൊറുക്കുന്നവൻ, നീ അല്ലാതെ ഇലാഹില്ല, എനിക്ക് പുറത്തു തരണം പടച്ചോനെ എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അല്ലാഹു അത് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ, നമ്മുടെ തെറ്റുകൾ പൊറുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമളാനിൽ ഉടനീളം നമ്മൾ 30 വരെ ചോദിക്കേണ്ട ദുആയാണ്. റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ നമ്മെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വർഗം മേടിച്ചു തരാൻ ഈ ദുആ കാരണമാകും. മാത്രമല്ല നരകമോചനത്തിന് ദുആ കാരണമാണ്. നമ്മുടെ വാപ്പ ഉമ്മ നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവർക്കും നരകമോചനം കിട്ടാൻ ദുആ കാരണമാണ്. ആ ദുആയാണ് ഇനി നമുക്ക് ചെല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റ ശരീഫൽ അളീമൽ മുബാറക ശാഹിദൻ ലനാ ലാ ശാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعل هذا الشهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ونقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. അൽഹംദുലില്ലാഹ്. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് പരിശുദ്ധമായ ചില ബൈത്തിന്റെ ഇരടികളാണ്. എന്താ ഇതിന്റെ പ്രത്യേകത? അത് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചാൽ ഈമാനിലേ മരിക്കുള്ളൂ. ഈമാൻ ഉറപ്പാണ് മരണപ്പെടുമ്പോൾ. അത്ര മഹാന്മാർ വാക്കു പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ വരികളാണ്, തൗബയുടെ വരികളാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ലാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم
فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അവർക്ക് ഖുർആൻ ഓതാൻ പറ്റാത്തപ്പോൾ, നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അള്ളാഹു നരകമോചനം കൊടുക്കും, സിറാത്ത് പാലത്തിലൂടെ എളുപ്പം കടത്തി കൊണ്ടുപോകും, അള്ളാഹിന്റെ അദാബിൽ നിന്ന് അമ്ന് നിർഭയത്വം കൊടുക്കും. മാത്രമല്ല, ഈ പരിശുദ്ധമായ വചനം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് നിസ്കാരങ്ങളുടെ കൂലി പോലും വകവെച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വാക്കാണ്. ആ വാക്ക് ആത്മാർത്ഥമായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പരിശുദ്ധമായ വചനം പറഞ്ഞതുകൊണ്ട് സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക് എന്താ ലാഭമെന്ന്. തീർച്ചയായും നമ്മൾ ഈ പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ ചിന്തിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഒരു വിശ്വാസി പറയുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റിനെ തൊട്ടും എനിക്ക് കാവൽ നൽകണം, എനിക്ക് നീ ക്ഷമാപണം നൽകണമെന്ന എല്ലാവർക്കും പറയാൻ പറ്റിയ വാക്ക് കൂടെയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ അസ്തഗ്ഫിറുല്ലാഹ 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 മിൻ കുല്ലി ദംബ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ സ്വലാത്താണ്. വെള്ളിയാഴ്ച സ്വലാത്തിന്റെ പറയേണ്ടതില്ലല്ലോ. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മുത്തുനബി തങ്ങളെ നേരിട്ട് കാണിച്ചു കൊടുക്കുക, മലക്കൾ മുഖേനയല്ല, നേരിട്ട് കാണിച്ചു കൊടുക്കുക ആരാണ് ചൊല്ലുന്നത്, ആരാണ് ഓതുന്നത് സ്വലാത്തിന്റെ. അപ്പോ സ്വലാത്തിന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. പരിശുദ്ധ റസൂലിന് വലിയ സ്നേഹമുള്ള സ്വലാത്താണ് വെള്ളിയാഴ്ചയുടെ സ്വലാത്ത്. മനസ്സിലാക്കി തന്നെ എന്റെ കൂടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد.
اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما ولق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وأصحابه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على النور واهله. 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 صلى الله على سيدنا محمد والآل والأصحاب سلم. 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 അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ മറക്കാതെ ഓർത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളത്തെ നോമ്പിലുള്ള നിയ്യത്ത്. എല്ലാവരും എൻ്റെ കൂടെ നിയ്യത്ത് വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി അനുഷ്ഠിക്കുവാൻ ഞാൻ കരുതി. അൽഹംദുലില്ലാഹ്. ഇനി നമുക്കൊരു ഫാത്തിഹ ഓതാം. ആ ഫാത്തിഹയിൽ നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവരെയും നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർ, നമ്മുടെ അൻവാർ ഫസിന്റെ കുടുംബത്തിൽ ഒട്ടനവധി ആളുകൾ, പ്രത്യേകിച്ച് ഇതിന്റെ മുഹബ്ബീങ്ങളിലുണ്ട്, അവരുടെ കുടുംബക്കാരിലുണ്ട്. അവരൊക്കെ പ്രത്യേകം ഓർക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമളാനിൽ വഫാത്തായി പോയവരിൽ ഏറ്റവും വലിയ, അതായത് അഹ്ലുബൈത്തിന്റെ ഉമ്മയാണ് മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ. വഫാത്ത് അറിയാലോ. ആ പരിശുദ്ധമായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഓർമ്മ കൂടെ ഇതിന്റെ കൂട്ടത്തിൽ, അതായത് ഫാത്തിഹ അതിന്റെ ഒരു അംശം നമ്മുടെ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഹലറത്തിലേക്ക് കൂടെ നിയത്ത് ചെയ്തിട്ട് എല്ലാവരും ഫാത്തിഹ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم
غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله مولانا العظيم. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اجعل هذا السهر الشريف العظيم المبارك شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن تعلقوا بنا من الدين والمظالم والنار. اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين. റഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. ഞങ്ങൾ ഓതിയതും പറഞ്ഞതും ചൊല്ലിയതും സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാറ്റിന്റെയും മിഥല തവാബ് ഹബീബിന്റെ തിരുചാരത്തേക്ക് എത്തിക്കണേ അല്ലാഹ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, ഖൈർ ഇൽമ സ്വലാഹിന്റെ ആളുകൾ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ കാരണവന്മാർ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകൾ മരണപ്പെട്ടു പോകുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹുവേ പരിശുദ്ധമായ റമളാനിൽ അല്ലാഹുവേ വഫാത്തായി പോയ മുഴുവൻ സ്വാലിഹീങ്ങൾ, മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുൽ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് നീ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകണേ അല്ലാഹ്, അഫൂ നൽകണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിൽ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. പടച്ചവനെ ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് റമളാൻ അനുകൂലമാക്കി തരണേ എന്നാണ്. ഞങ്ങൾക്ക് റമളാനിന്റെ ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നിസ്കാരവും നോമ്പും തറാവീഹും എല്ലാ കൊച്ചു കൊച്ചു അമലുകളും നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, അമലിൽ ഒരുപാട് പോരായ്മയാണ്. അല്ലാഹുവേ പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഖൈറും ബറക്കത്തും നിഅമത്തും റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാഹ്. എല്ലാ രോഗങ്ങൾ, ആഫത്തുകൾ, മുസീബത്തുകൾ, അപകടങ്ങൾ, ഇടങ്ങേറുകൾ, കടങ്ങൾ, സാമ്പത്തിക തകർച്ച, ജോലിയില്ലായ്മ, മക്കളില്ലായ്മ, വീടില്ലാത്തതിന്റെ പ്രശ്നങ്ങൾ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ പഠനങ്ങൾ എല്ലാറ്റിലും നിന്റെ സഹായം വേണം റബ്ബേ. ഉന്നതമായ വിജയം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. ക്ലാസ് മുടങ്ങാതെ, മജ്ലിസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് പേരാണ്. എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങളെ സഹായിക്കണേ റബ്ബേ. പടച്ചവനെ ഈ മുസ്ലിം ഉമ്മത്തിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലാഹുവേ പ്രയാസങ്ങൾക്ക് വേണ്ടി ലക്ഷ്യമിട്ട് വരുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ എന്തെല്ലാം കുതർന്നങ്ങൾ കൊണ്ടുവന്നാലും അതെല്ലാം നീ തകർത്തി കളയണേ അല്ലാഹ്. പടച്ചവനെ നിന്റെ നിസ്വര ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവസാന കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങളുടെ നാവുകൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.